ആദ്യത്തെ കുഞ്ഞാനാണെങ്കിൽ 101 തേങ്ങ അടിച്ചോളാമെന്ന് ഞാൻ നേർന്നതാ. തേങ്ങാ വില കൂടിയത് കൊണ്ട് 51 അടിച്ചുള്ളൂ. അതെന്റെ തെറ്റാ, സമ്മതിച്ചു. പക്ഷേ അടുത്തത് പെണ്ണാണെങ്കിൽ 201 തേങ്ങ അടിച്ചോളാമെന്ന് ഞാൻ നേർന്നു. നീ അത് വേണ്ടാന്ന് വെച്ചു. പോട്ടെ, 2 ആണായത് ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷെ ഇങ്ങനെ 2 എണ്ണത്തിനാണല്ലോ നീ എനിക്ക് തന്നത്. വേണമെങ്കിൽ തേങ്ങാ വില കൂടിയാലും ബാക്കിയുള്ള 50 തേങ്ങ ഇന്ന് തന്നെ അടിച്ചേക്കാം. എന്നാലെങ്കിലും നീ എന്നെ ഒന്ന് കൈകൂപ്പിച്ചോഴാം. കുടിഞ്ഞോമാര് പ്രായമൊന്നുമല്ല. പിള്ളേരെ ഒരു നല്ല നില എത്തിക്കാൻ വേണ്ടി 50 തേങ്ങ ഇന്ന് തന്നെ അടിച്ചേക്കാമെന്ന് നേരുകയായിരുന്നു. അല്ല, ഇപ്പൊ എന്താ അവർക്കൊരു കുറവ്? എന്താ അവർക്കൊരു കുറവെന്ന്? കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അവർ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി. എത്ര കാലം കൊണ്ട് നിങ്ങളോട് ഇത് പറയാ മനുഷ്യ? ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തലയിൽ ഇതൊന്ന് കേറിയല്ലോ. എന്തോന്ന്? എന്ത് കാര്യം നീ പറഞ്ഞു വരുന്നേ? പ്രഭാകരനും പ്രദീപിനും ഓരോ കല്യാണം ആലോചിക്കാൻ. 2 പേർക്കും ഒരു പെണ്ണ? അല്ല മനുഷ്യ, 2 പേർക്കും ഓരോന്ന്. ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഈ ഗതിയാ. ഇനി ഓരോന്നിനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാലേ ബാക്കിയുള്ളവന്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേഗം പോയി ഒരു ജോസിനെ കാണണം. വെയിലൊന്ന് ആറിയിട്ടെങ്ങാനും പോകാ എന്റെ പൊന്നു കുഞ്ഞമ്മേ. നിങ്ങളോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ കുഞ്ഞമ്മ വിളിക്കരുതെന്ന്. ആളുകൾ കേട്ടാ തെറ്റിദ്ധരിക്കും. ഇന്നാല് ബോംബെന്നെ സുനന്ദയും അവളുടെ ഭർത്താവോട് വന്നപ്പോ അയാൾ അവളോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയാണോന്ന്. ഇന്നും ഒരു കാര്യം ചെയ്യാം, കുഞ്ഞമ്മ വിളിക്കാൻ മുമ്പ് സുഭദ്രാന്ന് തുടങ്ങി ചേർത്തേക്കാം. അപ്പോഴും കുഴപ്പമാ. സുഭദ്ര കുഞ്ഞമ്മേന്ന് വിളിച്ചാലും ആള് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അച്ഛൻ അമ്മയെ സുഭദ്രന്ന് വിളിച്ചാൽ മതി. വിളിച്ചാടാ. 2 പേരും ഒന്ന് മാറിയാൽ അങ്ങോട്ട് പോണം. കാലത്തെ പുന്നാരമോൻ തന്നെ ഇറങ്ങിയായിരിക്കല്ലേ? ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ശകുനം മുടക്കാണല്ലോ. തന്തപ്പടി ഇറങ്ങാൻ നോക്കൂല. രാവിലെ എന്തിനാ അവന്റെ നേരെ ചാടിക്കടിക്കുന്നത്? എന്റെ അടുത്ത് കളിച്ചോണ്ടല്ലേ. നേരം വെളുത്താ ഉടനെ ഇറങ്ങും. അത് കഴിഞ്ഞാ ഉടനെ ഇറങ്ങും തെണ്ടാൻ. തിരിച്ചു വന്നാ ഉടനെ ഇറങ്ങും. കൊട്ടലേ തെണ്ടല്. കുറെ നാളായല്ലോ മനുഷ്യന് സൂര്യൻ തരാനായിട്ട്. ഇതൊന്നും വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? കല എന്ന് പറഞ്ഞാലേ ഒന്നും ഉണ്ടാക്കാനല്ല, അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യാണ്. അതങ്ങനെ ഇതൊക്കെ മനസ്സിലാകണമെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. എന്റെ അമ്മയെ പോലെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറയല്ല, ഇവൻ എന്റെ മോനാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്കില്ലാത്ത ഈ കൊട്ടൽ എങ്ങനെ ഇവനുണ്ടായി? എനിക്ക് കിട്ടിയതേ ഇവിടുത്തെ പാരമ്പര്യമല്ല, എന്റെ അമ്മയുടെ പാരമ്പര്യമാണ് എന്റെ സിദ്ധി. അങ്ങനെ പറഞ്ഞു കൊടുക്കാം മോനെ. എന്റെ മുത്തച്ഛനെ കൊട്ടാരത്തിൽ ആസ്ഥാന വിദ്വാനായിരുന്നു. കേളകത്ത് കിട്ടുള്ളിക്കുറിപ്പ് കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം. എങ്ങനെയാണ് വിവരം ഉണ്ടായിട്ട്? മുത്തച്ഛനെ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് കാപ്പും വളയും നേരിട്ട് വാങ്ങിയിട്ടുള്ള മൃദംഗ വിദ്വാനാ. അങ്ങേര് കാപ്പും വളയും വാങ്ങി, ഇവനെന്ത് കോപ്പ വാങ്ങിയേ? സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. അതവൻ സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. നിങ്ങളെ പോലെ ഒരു പണിയും ചെയ്യാതെ 24 മണിക്കൂറും വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല അവൻ. അമ്മ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയെങ്കിലും ഒരു വിവരം ഉണ്ടാവട്ടെ. മോനെ പ്രഭാര, നീ വേഗം പോയി ആ ജോസിനെ ഉടനെ ഇങ്ങോട്ട് അയക്കണം. പോയി കോപ്പുമളയും വാങ്ങിച്ചോണ്ട് വാ. മോനെ പ്രദീപേ, നിനക്ക് ബാങ്കിൽ പോണ്ടേ? സമയമില്ലേ? ടിവിയില് ക്രിക്കറ്റ് മാച്ചിലുണ്ട്, അവധി എടുത്തിരിക്കുന്നേ. ക്രിക്കറ്റ് ഉണ്ടോ? പിന്നെ കുഞ്ഞ സുഭദ്രേ, എനിക്ക് കുറച്ച് കാപ്പി വേണം. എല്ലാം അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, എടുത്തു പോയി കഴിച്ചോണം. 1.5 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതൃപതി സ്ഥാനങ്ങളിലുള്ളവർക്ക് ദോഷമാണ്. ചുരുക്കി പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. നീ പറഞ്ഞതല്ല കേട്ടോ? എന്തോന്ന്? 1.5 കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്. എന്റെ ഗുരുവായൂരപ്പാ, ഒന്ന് ശരിക്കും നോക്കിക്കേ ജോത്സരെ. ജ്യോതിഷം കള്ളം പറയില്ല. ഇനിയിപ്പോ ഒരു പ്രതിവിധിയേ ഉള്ളൂ, പ്രഭാകരന്റെ വിവാഹം ഉടനെ നടത്തണം. ഈ മനുഷ്യനോട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണെന്നോ. ഇനിയിപ്പോ പെട്ടെന്ന് ആരെ കണ്ടുപിടിക്കാനാ? അനുഭവിച്ചോ, ചാകാൻ പോകുന്നു നിങ്ങൾ തന്നെയാ. വിഷമിക്കണ്ട, ഒരു നല്ല മാർഗമുണ്ട്. ഞാനൊരു ദല്ലാളിനെ ഇങ്ങോട്ട് അയക്കാം. എന്താ പിന്നെ ഇതില് കളർ ഫോട്ടോ ഒന്നുമില്ലേ? പിന്നെ കളർ വരട്ടാൻ കൊടുത്തിട്ടുണ്ട്. കാലം കയറുമായിട്ട് പഠിക്കുമെന്ന് നിൽക്കുമ്പോഴാ അവിടെ ഒടുക്കത്തെ ഒരു സെലക്ഷൻ. എന്താ? അല്ല കുഞ്ഞമ്മേ, അല്ല സുഭദ്രേ, ആ കൊച്ചു കാണാൻ തെറ്റില്ലെന്ന് പറയാ. ഈ കുട്ടി കൊള്ളാം. ഇതേതാ?
ഇതിന്റെ പേര് തങ്കമണി. നല്ല തങ്കമണി മണി പോലത്തെ സ്വഭാവമാ. ബിയെ പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ക്രിക്കറ്റ്, സ്വിമ്മിങ്. ഇതൊക്കെ അറിയാമോ? അല്ല, ഇവയൊക്കെ ടിവിയിൽ കാണുമ്പോ കുത്തിയിരുന്ന് കണ്ടു രസിക്കാനുള്ള കഴിവുള്ളവളാ. അപ്പൊ അവൾ അത്ര മിടുക്കിയാണല്ലേ? എന്നാ നമുക്ക് അത് തന്നെ ആലോചിക്കാം. അതെ, ഒന്നിനും ഒരു കുറവില്ലാത്ത കുടുംബം. അച്ഛൻ കള്ള് ഷാപ്പ് കോൺട്രാക്ടറാ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടുഭരണമാ. ഒരാങ്ങളെ ഉള്ളത് അങ്ങ് തിരുവനന്തപുരത്താ, പൂജപ്പരയില്. അല്ല, നമുക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പൂജപ്പുരയിൽ എന്താ വലിയ ഉദ്യോഗമാണോ? അവിടെ എന്തോന്നോ ഈ Contract ആയിരിക്കുമല്ലേ? അല്ലല്ല, ഈ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുന്ന ടെലിഫോൺ ഓഫീസിൽ. അതൊന്നുമല്ല, ഏതോ ഒരു ബാങ്ക് കൊള്ളയടിച്ചെന്നും പറഞ്ഞ് ചുമ്മാ കുറച്ചാലത്തേക്ക് പിടിച്ചിട്ടിരിക്കുക. എഴുന്നേൽക്കാൻ. ഇതുപോലെ കുടുംബത്തിന്റെ അന്തസ്സിന് പറ്റാത്ത ആലോചനയായിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ തന്നെ ഞാൻ പറയുന്നൊന്നും കേൾക്കേണ്ട കുഞ്ഞമ്മേ. കുടുംബത്തിന്റെ അന്തസ് നോക്കിയിരുന്നാലേ കാലം കാത്തു നിൽക്കില്ല. നിങ്ങൾക്ക് അതോ ഇതും ഒക്കെ പറയാം. എനിക്കെന്റെ കുടുംബത്തിന്റെ അന്തസ് നോക്കണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ ജീവനാ പോകുന്നത്. അതെങ്ങനെ പറയും? ഞാൻ അവരുടെ നിർത്തിയാട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. ഇത് വേണ്ട. ഇങ്ങോട്ട് വന്നാട്ടെ. ഇന്നലെ വിവാഹമോചനം കഴിഞ്ഞവര് വരെ ഈ ശങ്കരപിള്ളയുടെ ലിസ്റ്റിലുണ്ട്. നമുക്ക് ആലോചിക്കാം. ഈ പെണ്ണ് കൊള്ളാം. ആരാ? അയ്യോ, ഇതെന്റെ ഭാര്യയുടെ ഫോട്ടോയാ. വിവാഹം നടത്തിയോ? ഒരബദ്ധം പറ്റിപ്പോയി. ഞാൻ അറിയാതെ ഇതിനകത്ത് എടുത്തു വെച്ച് കാണും. ചത്തുപോയായിരിക്കല്ലേ? ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് എന്റെ ദൈവമേ. പിന്നെ തനിക്കെല്ലാം അറിയാമല്ലോ. പിന്നെ അപ്പൊ അവന് യോജിച്ചൊരു പെണ്ണിനെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാവുന്നേ നല്ല മണി പോലത്തെ പെമ്പിള്ളാരുള്ള വീടുകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒന്ന് കണ്ടുകളയാം. എന്നാ ഇപ്പൊ തന്നെ പോവാം. അല്ല, അതിപ്പോ അവരെ മുൻകൂട്ടി ഒന്നും അറിയിപ്പിക്കാതെ പോകുന്നത്. പറയൊന്നും വേണ്ടോ കുഞ്ഞമ്മേ. വേറെ റെഡിയായി വാ. ഇപ്പൊ വേണ്ടേ? വാടോ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. ഞാൻ എന്ന് പോലാണോ തനിക്ക് കുഞ്ഞമ്മയായത്? ഇപ്പൊ തമ്പി അദ്ദേഹം വിളിച്ചപ്പോ. തമ്പി അദ്ദേഹം വിളിച്ചാൽ താനും വിളിക്കല്ലേ? വിളിച്ചാട്ടെ. എന്റെ പൊന്നു കുഞ്ഞമ്മ, സുഭദ്രേ, 32 നാക്കാണ് ഒരു പല്ല ഉള്ളതല്ലേ അത്. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. നല്ല അടക്കോ ഒതുക്കമുള്ള പെങ്കൊച്ച. മൂത്തവനെ കെട്ടിച്ചയച്ചു. ഇനി ഇതേ ഉള്ളു ബാക്കി. ഈ കാണുന്നതൊക്കെ ഈ കൊച്ചിനുള്ളതാ. വന്നാട്ടെ, വന്നാട്ടെ. ഇപ്പൊ ഇതുമായോ? നാട്ടുകാരോട് ഞാനിപ്പോ എന്ത് പറയും? എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത്? പൊടിയാത്തോട്ട് അടുത്ത വീട്ടിലെ കാര്യം അറിയാൻ വന്നിരിക്കുന്നു. പറയടി, മര്യാദക്ക് പറ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പഠിത്തവും കോളേജും ഒന്നും വേണ്ട. എന്താണോ വീട് മാറിയോ? ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട. പോണം. ആരാത്? എന്ത് വേണം? അവിടെ ഒരുത്തൻ പെണ്ണും പഴക്കൊള്ളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹനുമാൻ സേവ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരണം. എന്തൊരു കിടപ്പാ മനുഷ്യായത്. നിങ്ങൾ ആരെങ്കിലും ചത്തുപോയോ? ഇതുവരെ ഇല്ല. 1.5 കൊല്ലത്തിനകം അത് നടക്കും. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിന് നല്ല ഒരു ആലോചന ഇനി വരാനില്ല. മാധവ മേനെന്ന് പറഞ്ഞ ആരാ? ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാണ്ട് എഴുന്നേറ്റ് ചെന്ന് ഇതിന് നല്ല ഒരു പരിഹാരം നോക്ക് മനുഷ്യ. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗം കാണുന്നുള്ളൂ. എന്തോന്ന്? 1 കൊല്ലം കാത്തിരിക്കുന്നതിന്റെ വിഷമം സഹിക്കാതിരിക്കാൻ ഇപ്പോഴേ വല്ല വിഷമവും കഴിച്ചങ്ങ് ചാകുക. ചുമ്മാതല്ല. നിങ്ങൾ ആളുകള് മക്ക വിളിക്കുന്നത് എന്നെയാ. അത് നിന്റെ മൂത്ത മോനാ പ്രകാവരൻ. നിങ്ങളെയും വിളിക്കാറുണ്ട്.
എന്ത് പറ്റി? പ്രായം പിടിച്ചോ? വഴി കിട്ടി തൊങ്കിടോ എന്ത് വഴി? വഴി കിട്ടി. നീ എപ്പോഴും പറയാറില്ലേ എനിക്ക് ബുദ്ധിയില്ലെന്ന്. ഇപ്പൊ എന്ത് പറയുന്നു? ബുദ്ധിയുണ്ട്, ആ കൊനഷ്ട ബുദ്ധി. സുധരേ, എന്താ? എന്റെ പഴയ കൂട്ടുകാരല്ലേ മാധവമേനോൻ, ആ അയാളെ എടുത്തു വന്നിട്ടുണ്ട്. എഴുത്തോ? എന്താ എഴുതിയിരിക്കുന്നേ? ആ സുധര വായിച്ചില്ലേ? ഇല്ല, നിങ്ങളൊന്ന് ഉറച്ചു വായിച്ചേ. പ്രിയപ്പെട്ട രാഘവന് ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. ആ സിംഗപ്പൂരിൽ ഒരു പാട്ട് കച്ചേരി നടത്താൻ പാട്ട് ശരിയോ? പാട്ട് കച്ചേരി നടത്താൻ ആളെ വേണം എന്ന് എഴുതിയിരുന്നല്ലോ. പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മൃദംഗ വിദ്വാൻ കാല് മാറിക്കളഞ്ഞു. നിന്റെയോ സുഭദ്ര കുഞ്ഞമ്മയുടെയോ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കണം. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്, അവൻ ആകെ ധർമ്മസങ്കടത്തിലാണെന്ന്. അയ്യോ ഞാൻ ആലോചിച്ചിട്ട് ആരെയും പിടികിട്ടുന്നില്ല. നിനക്ക് വല്ലതും അറിയാവോ? അയ്യോ, എനിക്ക് ഈ മൃദംഗം വായിക്കുന്ന ആൾ ആരറിയാനാ? ഒരു കാര്യം ചെയ്യാം, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരെ പറഞ്ഞയക്കാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്, പക്ഷേ പിന്നെന്തിനാ ഞാനിവിടെ ഉള്ളപ്പോ വേറെ മൃദംഗക്കാരൻ അന്വേഷിച്ചു പോകുന്നേ? അതിപ്പോ നീ വായിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. ഞാൻ വായിച്ചാ മതി. സിംഗപ്പൂർ കച്ചേരിക്ക് ഞാൻ മൃദംഗം വായിക്കും. നീയോ? അതെന്താ, ഞാൻ കുട്ടി ഒച്ച വരത്തില്ലയോ? ഒച്ച ആര് കൊട്ടിയാലും വരും. പിന്നെന്താ? പക്ഷെ നീ ശരിയായ ഒരു മൃദംഗവായനക്കാരാണെന്ന് സംശയലേശം ഇനിയെ മാധവമേനൊരു ബോധ്യം വരണം. അതിന് നീ അയാളുടെ മുമ്പിൽ കൊട്ടണം. ഏത് മേനോന്റെ മുമ്പിലും ഞാൻ വായിക്കാം. ഇപ്പൊ പോവാ. ഇപ്പൊ പോകുന്നു വേണ്ട, നീ വായിക്കല്ലേ? ഞാൻ വായിക്കും. അങ്ങനെയാണെങ്കിൽ അയാളെ വിവരം അറിയിച്ചിട്ട് മറുപടി വന്നിട്ട് നമുക്ക് പോവാം. മതി. അപ്പൊ പോയാ മതി. പരിപാടി ഒടുവിൽ വാക്ക് പറയാനുണ്ടല്ലോ, സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മതി മതി, വായിക്കുന്നേ. എന്താ അത്? വിളിക്കണേ. എന്താ ഇത്? അലുവ. ഞാൻ എടുത്ത് വിളിച്ചേ. അയ്യോ, ഇത് പശയല്ലേ? പശ ഒഴിച്ചിട്ട് അലുവ ഉണ്ടാക്കുക? വായിലൊട്ടുന്നേ. മൃദംഗക്കാരൻ മോൻ വാതുറക്കാതിരിക്കണമെങ്കിലേ ഇതേ പറ്റൂ. കല്യാണ നിശ്ചയത്തിന് ഇതും കൂടെ വെക്കണമെന്ന് ശങ്കരപ്പിള്ളോട് പറഞ്ഞയച്ചിട്ടുണ്ട്. എനിക്ക് ജീവനി കൊതിയുണ്ട്. നീ അങ്ങോട്ട് വെച്ചേ. എന്നാലേ ഇതും കൂടെ ഒഴിച്ചോ.